വടക്കൻ പാട്ടുകളിലെ കഥയിലേക്ക് വീണ്ടും. 90 വീട്ടുകാരെ പേടിച്ച് ജീവിക്കുന്ന കുങ്കിയമ്മ അവർ അറിയാതെയും കാണാതെയും തൻ്റെ മകനെ എങ്ങനെ വളർത്തിയെടുക്കും എന്ന ചിന്തയിലായി. ഒരു ദിവസം രാത്രി കുങ്കിയമ്മ മനോഹരമായ ഒരു സ്വപ്നം കാണുന്നു. കാലിൽ സ്വർണ്ണമെതിയടിയിട്ട വീരാളിപ്പട്ടുടുത്ത വെള്ളിത്തലമുടി നീട്ടി വളർത്തിയ ഒരു കാരണവർ മുൻപിലെത്തി കുങ്കിയമ്മയോട് പറയുന്നു, കുങ്കിപ്പെണ്ണ് വിഷമിക്കരുതെന്നും അവളുടെ ദുഃഖങ്ങളെല്ലാം 10ാമത്തെ പുത്രൻ തീർത്തു കൊടുക്കുമെന്നും കൂടെ അവളുടെ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗം കൂടി ആ കാരണവർ നിർദ്ദേശിക്കുന്നു. കുങ്കിയമ്മ അദ്ദേഹം പറയുന്നതെല്ലാം കാതോർത്തിരുന്നു. തറവാടിന്റെ തെക്കു പടിഞ്ഞാറേ അറയിൽ തറ പാകിയിരിക്കുന്നത് പലക കൊണ്ടാണെന്നും പലക പടിഞ്ഞാറ് നിന്നെണ്ണുമ്പോൾ കിഴക്കെത്തിക്കഴിഞ്ഞാൽ ചുമര് ചേർത്ത് 2 മുറിപ്പലക കാണാമെന്നും മുറിപ്പലകയിൽ നടുവിലായി ഒരു പിച്ചള തകിട് ഉറപ്പിച്ചിട്ടുണ്ടെന്നും തകിടിൽ വിരലമർത്തിയാൽ പലക 2 അകത്തേക്ക് വലിയുമെന്നും പിന്നീട് കോണിപ്പടി കാണാമെന്നും കോണിപ്പടിയിലൂടെ ആളിറങ്ങിക്കഴിഞ്ഞാൽ പലക താനേ അടയുമെന്നും താഴെ വിശാലമായ അറയാണ്, കാറ്റും വെളിച്ചവും എല്ലാം കിട്ടുന്ന ആ ഭാഗത്ത് താമസിച്ച് കുങ്കിയമ്മയ്ക്ക് അവരുടെ മകനെ ആരുടെയും ദൃഷ്ടികൾ പതിക്കാതെ വളർത്താമെന്നും സ്വപ്നത്തിൽ വന്ന ആ കാരണവർ പറയുന്നു. സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാതെ കുങ്കിയമ്മ ഞെട്ടിയുണർന്നു. മുൻപിൽ ശൂന്യത മാത്രം. എങ്കിലും സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ ഒരു പരിശോധനയ്ക്കായി കുങ്കിയമ്മ തെക്ക് പടിഞ്ഞാറേ അറയിലെത്തുന്നു. സ്വപ്നത്തിലെ ആ കാരണവർ പറഞ്ഞ അതേമാതിരി ഒരു രഹസ്യ അറ ആ മുറിയിലുണ്ടായിരുന്നു. തന്റെ മകനെ വളർത്താനുള്ള ഒരു ഉപാധി മുന്നിൽ തെളിഞ്ഞു വന്നതോടെ കുങ്കിയമ്മ കൈകൾ കൂപ്പി പരദൈവങ്ങളെ ധ്യാനിച്ചു. സന്തോഷത്തോടെ കുങ്കിയമ്മ തന്റെ മുറിയിലെത്തി ഉറങ്ങിക്കിടന്നിരുന്ന തന്റെ ഓമനപുത്രനെ വാരിപ്പുണർന്നു. അങ്ങനെ കുങ്കിയമ്മ തന്റെ താമസം രഹസ്യ അറയിലേക്ക് മാറ്റി. കുഞ്ഞിന്റെ പേരിടലും ചോറൂണുമൊക്കെ കപ്പുള്ളി തറവാട്ടിലെ രഹസ്യ അറയ്ക്കുള്ളിൽ വെച്ച് നടന്നു. കുഞ്ഞിന് കോമൻ എന്ന് പേരിട്ടു. കോമന്റെ കളിയും വികൃതികളുമൊക്കെ രഹസ്യ അറയിൽ ഒതുങ്ങി. കുട്ടിക്കാലത്ത് നൽകേണ്ട ശിക്ഷണങ്ങളും എഴുത്തിനിരുത്തലുമൊക്കെ അവന്റെ അമ്മ തന്നെ ചെയ്തു. പുരാണ കഥകളും ധീരന്മാരായ പടക്കുറുപ്പന്മാരുടെ കഥകളും അമ്മ മകന് നിരന്തരം പറഞ്ഞുകൊടുത്തു. അറയിൽ സൂക്ഷിച്ചിരുന്ന അപൂർവ ഗ്രന്ഥങ്ങളും മന്ത്രങ്ങളുമൊക്കെ കോമൻ വായിച്ചു വളർന്നു തുടങ്ങി. അങ്ങനെ കോമന് പയറ്റ് പഠിക്കാനുള്ള സമയമായി. ഒരു ദിവസം തുളുനാട്ടിലെ തിരുമുരുകൻ ഗുരുക്കളെ കണ്ട് കുങ്കിയമ്മ തന്റെ എല്ലാ സങ്കടങ്ങളും പറയുന്നു. തന്റെ മകനെ വളർത്തിയ സാഹചര്യങ്ങളും ഇപ്പോൾ വളരുന്ന സാഹചര്യങ്ങളും അങ്ങനെയെല്ലാം ഗുരുക്കൾക്ക് കുങ്കിയമ്മയുടെ അവസ്ഥകൾ നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതിനാൽ തന്നെ എന്ത് സഹായവും ചെയ്തു കൊടുക്കാമെന്ന് ഗുരുക്കൾ പറയുന്നു. അങ്ങനെ ഒരു ദിവ്യ മുഹൂർത്തത്തിൽ തിരുമുരുകൻ ഗുരുക്കൾ പാലാട്ട് രഹസ്യ അറയിലെത്തി 7 തിരിയിട്ട് വിളക്ക് കൊളുത്തി കോമന്റെ ഗുരുവായി മാറുന്നു. ഗുരുപാദം വന്ദിച്ച് ശിഷ്യൻ വെറ്റിലയും വെള്ളിപ്പണക്കിഴിയും ദക്ഷിണ വെച്ചു. കോമനെ എല്ലാം തികഞ്ഞ ഒരു പടനായകനാക്കി മാറ്റിയ ശേഷമേ താൻ പുറത്തിറങ്ങൂ എന്ന് ഗുരു പ്രതിജ്ഞ ചെയ്തു. കൈപ്പയറ്റും കോൽപ്പയറ്റും ചുരികപ്പയറ്റും ഉറുമി പരിചപ്പയറ്റും എല്ലാം പയറ്റിത്തെളിഞ്ഞ കോമൻ തികഞ്ഞ ഒരു പടയാളിയായി മാറിക്കഴിഞ്ഞു. ഇത്ര കേമനായ ഒരു ശിഷ്യനെ തനിക്കാദ്യമായി കിട്ടുന്നു എന്ന് ഗുരു കുങ്കിയമ്മയോട് തുറന്നു പറഞ്ഞു. ആ അമ്മ ദൈവത്തോട് നന്ദി പറഞ്ഞു. ദൈവവിധി പോലെ എല്ലാം വരുമെന്ന് ആശ്വസിച്ചു. ആയുധവിദ്യയിൽ കോമക്കുറുപ്പിന് ഉപദേശിക്കാൻ ഒന്നുമില്ല എന്നും ഇത്തരം ഒരു ശിഷ്യന്റെ ഗുരുവായി തീർന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്നും പറഞ്ഞ് ഗുരു ശിഷ്യനെ അനുഗ്രഹിച്ചുകൊണ്ട് യാത്രയാവുന്നു. കുങ്കിയമ്മ ധാരാളം പൊന്നും പണവും നൽകി ഗുരുവിനെ അങ്ങനെ യാത്രയാക്കി. ദിവസങ്ങൾ പലത് കഴിയുന്തോറും കോമന്റെ ഉള്ളിൽ സംശയങ്ങൾ ഉടലെടുത്തു. ഈ രഹസ്യ അറയ്ക്കുള്ളിലിട്ട് അമ്മ തന്നെയും കൊണ്ട് എന്തിനു ജീവിച്ചു എന്നുള്ള ചിന്തയിലായി അവൻ. ഒരിക്കൽ അവൻ അമ്മയോട് അത് ചോദിക്കുകയും ചെയ്തു. ഈ രഹസ്യ അറ വിട്ട് നമ്മൾ എന്ന് പുറത്തു പോകും? കുറെ നേരം ആ അമ്മ മൗനിയായിരുന്നു. പിന്നീട് പറഞ്ഞു, ഇതറിയുക എന്നുള്ളതാണ് നിന്റെ ജന്മോദ്ദേശം തന്നെ. എന്നിട്ട് ആ പഴയകാല കഥകൾ മകന്റെ മുന്നിൽ പറഞ്ഞു തുടങ്ങി. ഇന്നത്തെ എൻ്റെ കഥാവായന ഇവിടെ അവസാനിക്കുന്നു. കഥാവായന ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും കഥകൾ കേൾക്കാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്